ദുബായിലോട്ട് വരാൻ പലർക്കും പല കാരണങ്ങളുണ്ടാവും. പക്ഷെ എൻ്റെ കാരണം അത് വളരെ സിമ്പിളായിരുന്നു. ജീവിക്കാൻ നമുക്ക് വേണ്ടത് രണ്ട് കാര്യമാണ്. ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള മനുഷ്യർ, അതിപ്പോൾ ലൈഫ് പാർട്ട്ണറും ആവാം. രണ്ട് ജോലി. അപ്പൊ പിന്നെ ഫുഡിനും ഓക്സിജനും വാട്ടറിനൊന്നും പ്രാധാന്യം ഉണ്ടാവില്ലല്ലോ. ചോദ്യം കേട്ടാ. ഇങ്ങനെ മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ എനിക്ക് ആദ്യമായിട്ടൊരു ഇന്റർവ്യൂ വരികയാണ്. മോളെ ലൊക്കേഷൻ എവിടെയാ? അബുഹൈൽ മെട്രോ സ്റ്റേഷന്റെ അടുത്ത്. അന്ന് അബുഹൈൽ ബിൽഡിംഗ് 2 എത്തിയപ്പോൾ ഞാൻ അറിഞ്ഞോ ഇതിന് ഇത്ര പ്രാധാന്യം ഉണ്ടെന്ന്. No need of files, you can keep it. Tell me about your education qualifications. I have completed my masters in... അടുത്തൊരു പ്രോ ടിപ്പ്, ഒന്നും അറിയില്ലെങ്കിലും തള്ളി മറിച്ചോണം. Until. We are very happy with your performance. We would like to hire you, but we need 500 dirhams as deposit. 500? Sorry, I am not interested for this job. Even 400 or 200 will do, please. Not interested. അന്ന് നോട്ട് ഇൻട്രസ്റ്റഡ് പറഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ അറിഞ്ഞോ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. ലൊക്കേഷൻ അബുഹൈൽ മെട്രോ സ്റ്റേഷൻ ബിൽഡിംഗ് 2. You are accepted for the interview of the position of insurance credit risk assessor. Location അബുഹൈൽ മെട്രോ സ്റ്റേഷൻ ബിൽഡിംഗ് 2. ശരി, അബുഹൈൽ മെട്രോ സ്റ്റേഷൻ. ഇടി നിനക്കൊരു ഇന്റർവ്യൂ കോൾ വന്നിട്ടുണ്ട്. അബുഹൈൽ മെട്രോ സ്റ്റേഷൻ ബിൽഡിംഗ് നമ്പർ 2 അല്ലേ? എനിക്ക് വേണ്ട. ഇതോടെ നിങ്ങൾ വിചാരിക്കും ഞാൻ പഠിച്ചു എന്ന്. എന്നാ വീഡിയോ ഇനിയാണ് തുടങ്ങാൻ പോണത്. അങ്ങനെ ഒരു രാത്രി അബുഹൈൽ അല്ലാത്ത സ്ഥലത്തുനിന്ന് എനിക്ക് ഇന്റർവ്യൂ കോൾ വരികയാണ്. ഇത്രയും കാര്യം പാകിസ്ഥാനികളും അതേപോലെ നോർത്ത് ഇന്ത്യൻസും അഫ്ഗാനിസ്ഥാൻകാരും സകലമാന രാജ്യക്കാരും ഫ്രോഡുകളെന്ന് വിചാരിച്ചിരുന്ന എനിക്ക് മലയാളികൾക്കും ഫ്രോഡാവാൻ പറ്റുന്ന കാണിച്ചെന്ന ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അത്. പറയാനാണെങ്കിൽ നോവൽ കാർഡ് എടുത്തതും കാശ് പോയതും മെട്രോ കയറിയതുമായ സകല കഥയുണ്ടെങ്കിലും ഇൻ്റർവ്യൂവർ എന്നോട് ചോദിച്ച ചോദ്യത്തിലേക്ക് നമുക്ക് നേരിട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുക? മെട്രോയിലല്ലേ വന്നേ? അതെ, നയന് വന്ന മെട്രോയില് എത്ര കമ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു? ഓക്കെ, എനിക്കറിയില്ല പറഞ്ഞു. പിന്നെ അങ്ങോട്ട് 1.5 മണിക്കൂർ വൃത്തികെട്ട അവരെ കത്തിയായിരുന്നു. ഭഗവാനേ, അപ്പോൾ ഈ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് മനസ്സിലായത് അവനായിരുന്നടോ ഇവിടുത്തെ മുതലാളി. ഈ ഇരുന്ന് വളവളാന്നടിച്ചവനാ മുതലാളി എന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ഡയലോഗ് എൻ്റെ മനസ്സിലോട്ട് ഓർമ്മ വന്നത്. കൂട്ടിട്ടൊന്നേ ഉള്ളൂ, ഞാൻ തന്നെയാണ് യൂസഫ് ഷാ. അത് കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് അയാൾക്ക് 2 ടാസ്ക് തന്നു. ഒരു വീഡിയോ അയാൾ പറയുന്ന പോലെ എഡിറ്റ് ചെയ്യാനും ഒരു സ്ക്രിപ്റ്റ് എഴുതാനും. അപ്പം ഞാൻ വീട്ടിലേക്ക് പോകുന്നു. ഞാനിവിടുന്ന് എത്രയോ 2-2.5 മണിക്കൂറോളം കമ്മ്യൂട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വന്ന റെഡ് ഫ്ലാഗ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വിളിച്ചിട്ട് എന്തോ ഒരു കാര്യം ചോദിച്ചു. അവിടെ ലേഡീസ് വർക്ക് ചെയ്യണ്ടോന്നോ? ഇല്ല, ലേഡീസ് വർക്ക് ചെയ്യണ്ടോന്നില്ല. യെസ്, വർക്കിംഗ് ടൈം എങ്ങനെ വെച്ചപ്പോൾ ഇയാൾ ചൂടായി എൻ്റെ അടുത്ത്. അതൊക്കെ പറയാനല്ലേ നേരിട്ട് വിളിക്കുന്നത്, നേരിട്ട് വന്നപ്പോൾ ഇരുന്നത്. പിന്നെ എന്തായാലും എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. ഞാൻ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അയാൾക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ വീഡിയോ ഓക്കെയാന്ന് പറഞ്ഞു. പിന്നെയും എല്ലാം ഓക്കെയാണ്, പക്ഷെ അയാൾക്ക് കൺഫർമേഷൻ തരാൻ പറ്റുന്നില്ല. അയാളുടെ പാർട്ട്ണറായിട്ട് ഡിസ്കസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ലൈക്ക് ഓക്കെ. അത് കഴിഞ്ഞിട്ട് എന്തോ നമ്മുടെ ഉള്ളിലുള്ള ഗട്ട് ഫീലിംഗ് നമ്മളോട് പറയുന്നത് ഇങ്ങനത്തെ സമയത്ത് നിങ്ങൾ കേട്ടേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ എന്തൊക്കെ അയച്ചു കൊടുത്തു. മൺഡേ എൻ്റെ അടുത്ത് വീണ്ടും വരാൻ പറഞ്ഞു. സൺഡേ ഈവനിങ് ആയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് കിടന്ന് സംതിങ് സ്റ്റാർട്ടഡ് ടു സ്ക്രീം, പൊന്നു മോളെ പോവല്ലേ പോവല്ലേ എന്ന്. അങ്ങനെ ഞങ്ങൾക്ക് മെസ്സേജ് ഇട്ടു. എനിക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി ശരിയായി, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ ഇയാളെന്നെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ടിങ്. നയനെന്ത് പണിയെ കാണിച്ച് ഇങ്ങനെ എന്ത് പറ്റിയ? നയനൊക്കെ കുറച്ച് അന്തസ്സുണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ച. ഇയാളുടെ എംപ്ലോയി പോലും അല്ല ഞാൻ, എന്നിട്ടാണ് പുള്ളി ഇമാതിരി ഒരു ബിഹേവിയർ കാട്ടുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം സംസാരിച്ചു. അവസാനം ഓരോരുത്തർ ഞാൻ ചോദിച്ചു, സാർ ശരി ഓക്കെ ഞാൻ വർക്ക് ചെയ്യാം, എനിക്ക് എൻ്റെ ഇത് വർക്ക് പെർമിറ്റൊക്കെ എപ്പോഴാണ് കിട്ടുക? വർക്ക് പെർമിറ്റ് ഞങ്ങൾ 1/2 മണിക്കൂറിൽ അടിച്ചു തരാണ്. 1/2 മണിക്കൂറിൽ വർക്ക് പെർമിറ്റ് അടിക്കാൻ ഷെയ്ക്കിൻ്റെ അടിയിൽ ഇറക്കുന്ന കമ്പനിയാണല്ലോ. ഞാൻ എന്തായാലും ഇത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ആദ്യം
നമ്മളെ ഗിൽറ്റ് ട്രിപ്പ് ചെയ്തു പുള്ളി. എന്ന് വെച്ചാൽ എനിക്കിനി ലോകത്ത് ഒരു കമ്പനിയിലും ജോലി കിട്ടില്ല, അതിനെ ഏറ്റവും ടോപ്പ് കമ്പനിയിൽ എത്തിക്കായിരുന്നു ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട്. പിന്നെ ഗിൽറ്റ് ട്രിപ്പ്, നിങ്ങൾ എന്ത് വൃത്തിയായിട്ട് സ്വഭാവം, നിങ്ങൾ കാരണം ഞങ്ങൾക്ക് ഇങ്ങനെയായി, നിങ്ങൾ പോയി എനിക്ക് എപ്പോഴും ഒരു ഡയലോഗ് പറയുന്നത്, നീ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നെ പോലെ ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ വരുന്നത്. ഞാൻ പറഞ്ഞു വൈ നോട്ട്, എന്നാ പിന്നെ സാറിന് സൗകര്യമായില്ലേ, ഞാൻ പോയി കഴിഞ്ഞാൽ 1000 പേര് വരുള്ളൂ, അപ്പം എനിക്ക് എന്താ പ്രസക്തി. അപ്പം ഉരുളിക്ക് ഉപ്പേരി വല്ല മറുപടി കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി ഫോൺ വെച്ച് ഈ വർക്ക് പെർമിറ്റിൻ്റെ കാര്യം കൂടെ പറഞ്ഞിട്ട്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജോബിന് ഒരുപാട് ഡെസ്പറേറ്റ് ആയിരിക്കുന്ന ആൾക്കാരായിരിക്കും, നമുക്ക് ഒരുപാട് ഡെസ്പറേഷൻ ആയിരിക്കും, ജോലി കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ നയിക്കുന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ വലകളിൽ വീഴാതെ നോക്കുക. കാരണം ഇവരൊക്കെ നമ്മളെ കൊണ്ട് മാക്സിമം ഒരു മാസം വർക്ക് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ പറയും നിങ്ങളുടെ സേവനം ഇവിടെ ആവശ്യമില്ല, യു ക്യാൻ ലീവ് എന്ന് പറയും. ഇത് വളരെ കോമൺ ആണ് ഇവിടെ. അപ്പം കഥ എത്രയുള്ളൂ, കഥ കഴിഞ്ഞു. ബൈ.